കൗള കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം. ഒരുപാട് റൗണ്ട്സിലൂടെ നമ്മളുടെ മത്സരാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പല പല വിഭവങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. സർപ്രൈസ് റൗണ്ട്സ് ഉണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും തയ്യാറാക്കുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഒരു പക്ഷേ പല പ്രേക്ഷകർക്കും അറിയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന വിഭവങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ അതൊന്നും തന്നെ നിലവിലുണ്ടാവില്ല. ഒരു കടയിൽ പോയി നമുക്ക് വാങ്ങാനൊക്കില്ല. ഒരു പക്ഷേ വീടുകളിൽ പോലും അത് തയ്യാറാക്കുന്നുണ്ടാകില്ല. അതിനെന്താ പറയുക, മൺമറിഞ്ഞു പോയ ചില വിഭവങ്ങൾ എന്ന് പറയാം. അതല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിടാം, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസ്. മുത്തശ്ശികളുടെ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന മുത്തശ്ശി വിഭവങ്ങൾ. എങ്ങനെയുണ്ടാവും അത്തരം വിഭവങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചാൽ? ഒരു പക്ഷേ ഇപ്പോഴുള്ള തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള തലമുറയ്ക്കോ പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാത്ത ചില വിഭവങ്ങളായിരിക്കും. അത് ഇനിയുള്ള തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയൊരു രൂപം നമ്മൾക്ക് കഴിച്ചു നോക്കിയും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയൊക്കെ മനസ്സിലാക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് ഇനി കൊടുക്കാൻ പോകുന്ന റൗണ്ട് ഒരു എന്താ പറയുക, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി ആയിരിക്കും. എന്തായാലും അവരോട് നമ്മൾ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് റിസർച്ച് വർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഗവേഷണമൊക്കെ നടത്തി കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവരെത്രത്തോളം അത് നന്നായിട്ട് ഗവേഷണം ചെയ്തിട്ടുണ്ട്, അവരേത് രീതിയിലുള്ള വിഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ശരിക്കും ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി തന്നെ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റൗണ്ടിൽ പരിശോധിക്കുന്നത്. എന്തായാലും ഈ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി റൗണ്ട് കാണുക, ആസ്വദിക്കുക. ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസുമായിട്ട് നമ്മളുടെ മത്സരാർത്ഥികളെല്ലാം റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ എന്താണ് വളരെ ഡിഫറെന്റ് ടൈപ്പുള്ള ഓരോ നമ്മൾ മറന്നിരിക്കുന്ന ഓരോ റെസിപ്പീസ്. നമുക്ക് മറന്നിരിക്കുന്ന മാത്രമല്ല, എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്ത കാര്യങ്ങളല്ലേ, ഒരുപാട് പേർക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് പോലും ഒരു പക്ഷേ ഇതിൽ പല കാര്യങ്ങളും അറിയില്ല. നമുക്കറിയില്ല, നമ്മളെപ്പോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ട്രഡീഷണൽ അല്ലേ, പക്ഷെ വളരെ നാടൻ. അപ്പോൾ എന്തായാലും ഓരോരുത്തരായിട്ട് വിളിച്ച് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ആരാ? നവ്യയെ വിളിക്കാം. ഓക്കെ, നവ്യ വരും. ഓക്കെ, നവ്യ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം ഭയങ്കര ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അടതട്ടിയുടെ ഒന്നുകൂടി പറയൂ. അടതട്ടി അതാണ് ഇത് അല്ലേ, ദോശ മാതിരി അടതട്ടി. അതിന് കറിയായിട്ട് പച്ചപ്പുളിശ്ശേരി. അതിന്റെ കോമ്പിനേഷൻ അവിയലാണ് വരുന്നത്. പക്ഷെ അവിയലിന് പകരം ഞാൻ മുത്തങ്ങയുടെ കിഴങ്ങ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി. മുത്തങ്ങ കിഴങ്ങ് തോരൻ. പിന്നെ പൊരിവളങ്ങ. ആ പേരുകൾ തന്നെ വളരെ ക്യൂട്ടായിരിക്കും. പൊരിവളങ്ങ, ആ പഴമ ഫീൽ ചെയ്യുന്ന പേരുകൾ. അതിന്റെ കോമ്പിനേഷനാണ് ആ തേയിലവെള്ളം. സുലൈമാനിയാണ്. അല്ല, എന്താ നിങ്ങൾ പറയാ? തേയിലവെള്ളം തന്നെ. തേയിലവെള്ളം. ഓക്കെ, അത് കാപ്പിയാണ് അല്ലേ? അല്ല, ചായയാണ്. കട്ടൻ ചായ. ചായ വിത്ത് ശർക്കര പിന്നെ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക. ഓക്കെ, അപ്പോൾ വളരെ ട്രഡീഷണലായിട്ട് മുത്തശ്ശിയുടെ തന്നെ അതെ എന്താ പറയുക റെസിപ്പി കൊണ്ടുവന്നിരിക്കുകയാണ്. ലോട്ട് ഓഫ് റിസർച്ച് വർക്ക്. അപ്പോൾ നമുക്ക് കാണാമല്ലോ കൃഷ്ണ. ഓക്കെ, ഞങ്ങൾ കാണട്ടെ, ഞങ്ങളല്ല പ്രേക്ഷകരും കൂടെ കാണട്ടെ. എന്തായാലും നവ്യ തയ്യാറാക്കിയ വ്യത്യസ്തമായ വിഭവങ്ങൾ, ഈ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസ് എല്ലാം കണ്ടു. ഞങ്ങളുടെ ഇന്നത്തെ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺമറഞ്ഞ ഡിഷ് ഉണ്ടാക്കാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഊഹിച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടതട്ടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ദോശയാണത് അടതട്ടി. അപ്പം അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത് അവിയലാണ്. അവിയലും പച്ചപ്പുളിശ്ശേരിയും. അവിയലൊരു കോമൺ ഡിഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റിയിട്ട് മുത്തങ്ങ കിഴങ്ങുണ്ടല്ലോ, മുത്തങ്ങ പുല്ല് ഇളക്കിയിട്ട് അതിൻ്റെ കിഴങ്ങെടുക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്, പച്ചപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പയറും അരിയും കൂടെ വറുത്തിട്ട് ഒരു അരിയുണ്ട പോലെ ഒരു സാധനം, പേരെനിക്കറിയില്ല അതിൻ്റെ. മുത്തശ്ശിയുടെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന സാധനമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം സമയം കിട്ടുകയാണെങ്കിൽ. നമുക്കുണ്ടാക്കി തുടങ്ങാം.
പാത്രം വെച്ചിട്ട് ഈ അരിയും പയറും ഒന്ന് വറുത്തെടുക്കാം. പാത്രം ചൂടാവുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അടതട്ടിക്കുള്ള മാവ് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരി 1 കപ്പ് ഉഴുന്നും കൂടെയാണ് അരയ്ക്കുന്നത്. അതിലേക്ക് ഒരു 10 വറ്റൽമുളക്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരയ്ക്കാം. ഒന്ന് അരഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതിന് ആവശ്യമുള്ള ചുവന്നുള്ളി അരച്ചെടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആ അരിയുണ്ട ടൈപ്പ് സാധനം ഉണ്ടാക്കാനുള്ള പയറും അരിയും ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ പുഴുക്കലരി എടുത്തിരിക്കണം. 1 കപ്പ് അരിയുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. അരി ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അരി മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇതിൽ കുറച്ച് കായം ഇട്ടു. ഇനി നമുക്ക് തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. ഇത് അധികം പുളിയില്ലാത്ത ദോശയാണ്. കുറച്ച് ഉപ്പിട്ടാൽ മതി. അതുകൊണ്ട് ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ദോശയ്ക്കുള്ള മാവ് ശരിയായിട്ടുണ്ട്. അരി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാം.